എന്നെ പടച്ച നാഥനായ റബ്ബ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, അല്ലേ? അറിയാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? പക്ഷേ പടച്ചോൻ്റെ സ്നേഹം ഇപ്പം എങ്ങനെയാണ് തിരിച്ചറിയുക? ഒന്ന് തിരിച്ചറിയണ്ടേ? ആ റബ്ബിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ പിന്നെ വല്ല ടെൻഷൻ ഉണ്ടാവുമോ? ലൈഫ് സെറ്റല്ലേ, അല്ലേ? ജീവിതകാലം മുഴുവൻ സന്തോഷമില്ലാതെ വല്ല സങ്കടം ഉണ്ടാവുമോ? അപ്പോൾ തിരിച്ചറിയാൻ എന്താ വഴി? ഒരേ ഒരു വഴിയുള്ളൂ. ആ വഴി തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ പിന്നെ കരയൂല കേട്ടോ. ഒരു കാര്യത്തിനും കരയൂല. അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ഒരു സങ്കടത്തിനും നിങ്ങൾ കരയില്ല, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ല. അപ്പോൾ ഏതാണ് ആ സംഗതി എന്ന് പഠിക്കണ്ടേ? 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ. കണ്ണൊക്കെ അടച്ചിട്ട് മനസ്സിലേക്ക് എല്ലാ സംഗതികളും വരട്ടെ. എൻ്റെ റബ്ബ് തന്നതെല്ലാം ഗുണമാണെന്നുള്ള ബോധ്യത്തിൽ ഒരു ചിരി വിടരട്ടെ. എന്നിട്ട് പറഞ്ഞേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിരിക്കണം കേട്ടോ. അതായത് അള്ളാഹ് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം, അല്ലേ? 70 ഉമ്മാനേക്കാൾ ഇഷ്ടമാണ് എൻ്റെ റബ്ബിന് എന്നോട്, അല്ലേ? അല്ലേടാ, അങ്ങനെ തന്നെ അല്ലേ? ഒരു ഉമ്മാടെ സ്നേഹം വിശദീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 70 ഉമ്മാടെ സ്നേഹം വിശദീകരിക്കാൻ എങ്ങനെയാണ് കഴിയുക? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാണ് കഴിയുക? അതിനേക്കാൾ ഇഷ്ടമാണ് എൻ്റെ റബ്ബിന് എന്നെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള റബ്ബിൻ്റെ സ്നേഹം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാലേ, നിങ്ങൾ ഭർത്താവിൻ്റെ സ്നേഹം ആസ്വദിക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? മൂപ്പരെ തൃപ്തിപ്പെടണം. എൻ്റെ ഭർത്താവ് എങ്ങനെയാണോ ആ ഒരു മനോഹരമായ ജീവിതത്തെ തൃപ്തിപ്പെടാൻ കഴിയുക എന്നുള്ളതാണ്. തിരിച്ചു അങ്ങനെ തന്നെ ഭാര്യയെ തൃപ്തിപ്പെടാൻ കഴിയണം. കഷ്ടപ്പെടലല്ല, ഇടങ്ങേറാകലല്ല. തൃപ്തിപ്പെട്ടു പോകാൻ പറ്റുമെങ്കിൽ തൃപ്തിപ്പെട്ടു പോകലാണ്. ആ തൃപ്തിപ്പെടലിലാണ് ജീവിതത്തിൽ രസം ഉണ്ടാവുക. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാനെ ആസ്വദിക്കാൻ ഒറ്റ വഴിയുള്ളൂ. അവൻ എന്ത് ചെയ്താലും തൃപ്തിപ്പെട്ടു കൊടുക്കുക, അതിൽ ഹാപ്പിയായി ഇങ്ങനെ നിൽക്കുക. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? നമ്മൾ റമദാനിൽ നടത്തിയൊരു പ്രഭാഷണമുണ്ട്, നമുക്കത് ഒരുമിച്ചൊന്ന് കേൾക്കാം. നമ്മുടെ കൽബിലേക്കൊന്ന് കയറട്ടെ. അള്ളാൻ്റെ ഔലിയാക്കളൊക്കെ അങ്ങനെയല്ലടാ. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ ഉറൂസിൻ്റെ ഡേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവരുടെ പേരിൽ ഒരു മജ്ലിസ് വരുന്ന വെള്ളിയാഴ്ച രാവ് നടത്തണം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. അവരൊക്കെ നടന്ന വഴി, ആ മഹത്തുക്കളൊക്കെ നടന്ന വഴി, അള്ളാൻ്റെ ഔലിയാക്കളുടെ വഴി അതേതാ? എൻ്റെ റബ്ബ് എന്ത് ചെയ്താലും എന്ത് തന്നാലും ഖൈറോ ഷെറോ വാട്ടെവർ അതെനിക്ക് തൃപ്തിയാണെന്നേ. അതിലപ്പുറം എനിക്കെന്താ വേണ്ടത്? എൻ്റെ റബ്ബ് തരുന്നതിലൊക്കെ എനിക്ക് തൃപ്തി. ആ ബോധ്യത്തിൽ നിന്ന് കൊടുത്താൽ മതി. ഹാപ്പിനെസ് നമ്മുടെ പിന്നാലെ വരും. നമുക്ക് മരിക്കോളം കരയേണ്ടി വരില്ലല്ലോ. നമുക്ക് ഏതായാലും ആ ക്ലാസ് ഒന്ന് കേൾക്കാം. മനസ്സറിഞ്ഞ് കൽബിയായിട്ട് കേൾക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു എന്ത് തന്നാലും എനിക്ക്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് ആരെയാണ്? അപ്പൊ അവന്റെ വിധി എന്താണെങ്കിലും എനിക്ക്, ഞാൻ ക്ഷമിക്കൂന്നല്ല, ഞാനത് തൃപ്തിപ്പെടും, അല്ലേ? ഇപ്പൊ അമ്പിയാക്കള്, സ്വഹാബത്ത്, ശേഷം വന്ന സ്വാലിഹീങ്ങൾ, അവരുടെയൊക്കെ ലൈഫിൽ ഇത് തന്നെ കാണാം. മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, ആരാത്? പുണ്യനബിയുടെ സ്വഹാബി അല്ലേ? അവിടുന്ന് പറയാണ്, സാധാരണ ചില മനുഷ്യന്മാരുടെ ഒരു വർത്താനുണ്ട്. നമ്മുടെയൊക്കെ വർത്താനം നിങ്ങൾ ക്ലിയർ അല്ലേ? മൈക്ക് ക്ലിയർ അല്ലേ? നമ്മുടെയൊക്കെ ചിലൊരു വർത്താനുണ്ട്. എന്താണത്? യഖൂലു ലിശൈഇൻ കാന ലൈതഹു ലം യകുൻ ഔ ലിശൈഇൻ ലം യകുൻ ലൈതഹു കാന. എന്ന് പറഞ്ഞാല് സാധാരണ ജനങ്ങള് ഒരു കാര്യം നടന്നില്ലെങ്കിൽ അവരെന്തു പറയും? അങ്ങനെ നിനക്ക് ഇച്ചിരി പൈസ കിട്ടിയായിരുന്നെങ്കിൽ നീ നന്നായേനെ. ഇനി ഒരു കാര്യം നടന്നാലോ, അന്ന് നിനക്ക് ആക്സിഡന്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീയൊക്കെ ടോപ്പ് ലെവലിൽ എത്തേണ്ടതായിരുന്നേനെ. ഈ വർത്താനം നമുക്കില്ലേ? ഒരു കാര്യം സംഭവിച്ചാൽ നമ്മൾ എന്തു പറയും? അന്നാ അടി പറ്റിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ കച്ചവടം ഏത് ലെവലിലെത്തിയനെ, അല്ലേ? അങ്ങനെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? അന്നാ രോഗം വന്നുകൊണ്ടാണ്, അന്നങ്ങനെ വീണത് കൊണ്ടാണ്, അന്നങ്ങനെ ചെയ്തു പോയത് കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലോ, അന്നങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്.
അല്ലേ? അന്നെങ്ങാനും നീ ഇന്നാലിന്നെ കച്ചവടം ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് ഏത് ലെവലിലെത്തിയാനെ? ഇങ്ങനെ സംസാരിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, ഈ വാക്ക് വാസ്തവത്തിൽ പടച്ചവനോട് നന്ദി കെട്ട പ്രയോഗമാണ്. പടച്ചവനോടുള്ള ഇതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ വായയിലേക്ക് തീയുടെ കനൽ വാരിയിട്ട് പൊള്ളിക്കുന്നതാണ് സയ്യിദുന അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. അങ്ങനല്ലേ? അത് പടച്ചോനോട് ഇഷ്ടമില്ലാത്തവരാണ് അങ്ങനെ പറയാന്നാണ്. എന്റെ റബ്ബ് എനിക്ക് തന്നതിലും തൃപ്തിയാണ്, തരാത്തതിലും. കാരണം അവനാരെന്റെ. അപ്പൊ നിങ്ങൾ എന്തിച്ചു നോക്കി, നിങ്ങളോടിപ്പോ കെട്ടിയോളിങ്ങനെ പറയാണ് തല്ലു പിടിച്ച സമയത്ത് എന്തോരം ആലോചന വന്നതാണ്, ഞാൻ വന്ന് പെട്ടത് ഇവിടെയാണ് എന്ന് പറയുമ്പോ നിങ്ങളുടെ ഒരു ഫീൽ എന്തായിരിക്കും? പലരുടെയും മുഖത്തോട്ട് നോക്കിയിട്ട് ആ ഡയലോഗൊക്കെ കേട്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ, ഇച്ചിരി ഗൗരവം പിടിച്ചിരിക്കണേ. എന്തോരം ആലോചന വന്നതാണ് എനിക്ക്, ഞാൻ വന്ന് വെട്ടത് ഇവിടെയാണല്ലോ അടച്ചാന്. കേട്ടിട്ടുണ്ടോ? അല്ലാഹു റബ്ബുൽ ആലമീനെ തൃപ്തിയുള്ളവനെ വർച്ചാനം പറയോ? ഇങ്ങനെ പറയുന്നൊരു ഭാര്യയോട്, ഇത് നിരന്തരം ഇങ്ങനെ പറയുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവിനൊരു പ്രയാസം മനസ്സിലുണ്ടാവൂലേ? ഇവക്ക് ശരിക്കും എന്നെ ഇഷ്ടമല്ലേ? അല്ലേ? എടോ, അല്ല എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാവണില്ല. എന്തിനാ പഠിച്ചോൻ എന്നോട് മാത്രം ഇങ്ങനെ? നീ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ. ഇങ്ങനെ പരാതിയുടെ പാണ്ടക്കെട്ടുകൾ തുറക്കുന്നവർ അള്ളാഹിനോട് മഹബ്ബത്തില്ലാത്തവരാണ് സയ്യിദുനാ അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. കാരണം അള്ളാഹിന്റെ വിധിയെ ചോദ്യം ചെയ്യലാണത്. അള്ളാഹിന്റെ വിധിയെ ആ ചോദ്യം ചെയ്യുന്നതോടുകൂടെ അവൻ മുഹിബ് എന്ന് പറയുന്ന ലിസ്റ്റ് എന്ന് പുറത്തേക്ക് വന്നു. ആ ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ ആരെ ചോദ്യം ചെയ്യാൻ പാടില്ല? നമ്മൾ പറയണില്ല, ആരെ ചോദ്യം ചെയ്യാൻ പാടില്ല? നമ്മൾ ഏതാണ്, നമ്മുടെ റൂട്ട് ഏതാണ്? നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നുണ്ടല്ലോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ വഴി. ഇത് വെറുതെ പറയാനുള്ളതാണോ? അവരുടെ വഴി എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് നമ്മൾ അങ്ങനെ ആയി തീരണ്ടേ? വേണോ വേണ്ടേ? മഹാനായ മുഹമ്മദ് ബിൻ വാസിഅ റഹിമഹുല്ലാഹ്, മുഹമ്മദ് ബിൻ വാസിഅ കാലിൽ ഇങ്ങനെ ഒരു കുരു വന്നു. കാലിൽ ഒരു കുരു വന്നു, നീര് വെച്ചു, പഴുത്തു, പൊട്ടിയിട്ടിങ്ങനെ ചലം കാലിൽ നിന്ന് വരാൻ തുടങ്ങി. കാലിങ്ങനെ വല്ലാതെ വീർത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ നാട്ടിലെ വലിയ പണ്ഡിതനും മുഹമ്മദ് റഹിമഹുല്ലയുടെ കൂട്ടുകാരനുമായ ഒരു സ്നേഹിതൻ വീട്ടിലേക്ക് വരികയാണ്. ആ കാലിങ്ങനെ നോക്കിയിട്ട്, ഇന്നീല അർഹമുക ഹാദിഹിൽ ഖുർആ, ഈ കുരു കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല, പാവം തോന്നണ്. എങ്ങനെയാണ് മോനെ നീ ഇതും കൊണ്ട് നടക്കണത്? നമ്മളങ്ങനെയല്ല, ഒരു രോഗീനെ കാണാൻ പോയാൽ നമ്മള് എന്താ പറയാ, കണ്ടിട്ട് എനിക്ക് എന്നെ പാവം തോന്നണ്ട അല്ലേ? നമുക്കത് കേൾക്കുമ്പോ എന്താ തോന്നുക? സന്തോഷമല്ലേ? ഒരാളെങ്കിലും എന്റെ അവസ്ഥയിൽ പരിതപിക്കാനുണ്ടായല്ലോ എന്നാണ് അല്ലേ? അപ്പൊ ഈ പണ്ഡിതൻ വന്നിട്ട് പറയാം, എടാ കാലിലെ കുരു കണ്ടിട്ട് എനിക്ക് എന്നെ വേദന എടുക്കണം, എന്താണ് കാലിന്റെ കോലം, സഹിക്കാൻ പറ്റണില്ല. സയ്യിദുനാ മുഹമ്മദ് ബിൻ വാസിഅ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ല അഷ്കുറുഹ മുൻദു ഖറജത്. നിങ്ങൾ ഈ പറയണത് പോലെയൊന്നുമല്ല, ഈ കുരു ഇങ്ങനെ പൊട്ടി മുളക്കാൻ തുടങ്ങിയപ്പോ മുതല് ഞാൻ പടച്ചവനോട് അൽഹംദുലില്ലാ പറയാണ്. എന്തേ കാരണം? ഇദ്ലം തഖ്റുജ് ഫി ഐനി, അതെങ്ങാനും പടച്ചോൻ എന്റെ കണ്ണിലാണ് തന്നിരുന്നതെങ്കിൽ എന്റെ അവസ്ഥ എന്തായേനെ? അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞു? അൽഹംദുലില്ലാ അല്ലേ? ഇതെങ്ങാനും എന്റെ റബ്ബ് എന്റെ കണ്ണിൽ തന്നിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? കാലിലല്ലേ തന്നുള്ളൂ. അൽഹംദുലില്ലാ, എന്റെ റബ്ബ് എത്ര വലിയവനാണ്. ഈ മൈൻഡ് ലെവലിലേക്ക് നമ്മൾ മാറിയാല് ഏറ്റവും പോസിറ്റീവ് മനസ്സുള്ള ആളുകളായിട്ട് നമ്മൾ മാറും. ടെൻഷൻ ഫ്രീ ആകും, ഡിപ്രഷൻ ഫ്രീ ആകും, സ്ട്രെസ് ഫ്രീ ആകും, ഹാപ്പിയസ്റ്റ് ലൈഫ് ആസ്വദിക്കാൻ നമുക്ക് പറ്റും. എന്റെ റബ്ബ് തന്നതെല്ലാം എനിക്ക് ഗുണമാണ്, തൃപ്തിയാണ്. യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ ഈ സ്വഭാവം വേണം. നമ്മുടെ വിചാരം എന്താ? നമ്മളിപ്പോ കുറെ റമളാൻ നോമ്പ് പിടിച്ചുകൊണ്ട് പടച്ചവന്റെ അടുത്തേക്ക് എത്താന്നാണോ? ഒറ്റ നോമ്പ് അള്ളാന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ച് ഒരു നോമ്പ് കംപ്ലീറ്റ് ചെയ്ത് ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അത് ഞാൻ എന്നോട് തന്നെയാണ് ചോദിക്കുന്നത്. ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും? ഒരു നോമ്പെങ്കിലും പടച്ചവന്റെ മുമ്പിൽ എടുത്തു വെക്കാൻ പറ്റുമോ? ഈ കർമ്മങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? എന്റെ റബ്ബ് തരുന്നതിൽ തൃപ്തിപ്പെട്ട മനസ്സോടുകൂടെ ഒന്ന് നിന്നു കൊടുത്താൽ മതി, അവനങ്ങ് താങ്ങിയെടുക്കും നമ്മളെ. ശഫീഉനാ റസൂലുള്ളാഹ് അവിടുത്തെ ഹദീസിൽ പോലും കാണാമല്ലോ,
ഗസാലി ഇമാം ഒരു സംഭവം പറയുന്നുണ്ട് ഇഹ്യാ ഉലൂമുദ്ദീനില്. ഇസ്രായേൽ നാട്ടിലെ ഒരു വലിയ ആബിദ് ഉണ്ടായിരുന്നു. അയാൾ എപ്പോഴും അയാളുടെ ലൈഫ് ലോങ് അയാൾ ചെയ്തെന്താ? അള്ളാഹ്ക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന ആബിദൻ അബദല്ലാഹ ദഹ്റൻ തവീല. പതിറ്റാണ്ടുകളോളം ഇങ്ങനെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. ഒരിക്കലും അയാൾ കിടന്നുറങ്ങുമ്പോ സ്വപ്നം കാണിക്കാൻ ആര്? അള്ളാഹ്. എന്താ കാണിച്ചത്? ഫുലാനത്തുർ റാഇയ റഫീഖതുക ഫിൽ ജന്ന. ആ മലയോരത്ത് ആടിനെ മേച്ച് നടക്കുന്ന ഒരു പെണ്ണുണ്ട്. ആടിനെ മേച്ച് നടക്കുന്ന, നീ സ്വർഗത്തിൽ ഏത് പദവിയിലാണുള്ളത് അതിന്റെ അടുത്ത് തന്നെ ആരുണ്ടാവും? അവളും ഉണ്ടാവും. ഈ മനുഷ്യൻ ഞെട്ടി എണീറ്റു. ഇതെന്തു വർച്ചാനാണ് പഠിച്ചോനെ? ഞാനിവിടെ ശരിക്കൊന്ന് വെള്ളം കുടിക്കണില്ല, ഭക്ഷണം കഴിക്കണില്ല, 24 മണിക്കൂറും നിനക്ക് ഇബാദത്ത്. രാവിലെ മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. അപ്പുറത്ത് ആടിനെ മേച്ച് നടക്കുന്ന ഒരു പെണ്ണ് എന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചാന്ന് പറയുമ്പോ യാ റബ്ബി, അതെന്താണ് അതിന്റെ കാരണം? ആ പെണ്ണ് ചെയ്യണ ഇബാദത്ത് എന്താണ്? എനിക്കൊന്ന് അറിയണമല്ലോ. അങ്ങനെ ഈ മനുഷ്യൻ ആ പെണ്ണിനെ അന്വേഷിച്ചു പോവാൻ, സ്വപ്നത്തിൽ കണ്ട പെണ്ണിനെ അന്വേഷിച്ചു പോവാൻ. ഗസാലി ഇമാം പറയാൻ, അങ്ങനെ മലയുടെ താഴ്വാരത്തൂടെ നടന്നു. ആടിനെ മേച്ചുകൊണ്ട് കിടക്കണ പെണ്ണിനെ കണ്ടു. അവളോട് പറഞ്ഞു, ഞാനേ ഒരു വഴിയാത്രക്കാരനാണ്, വിരോധമില്ലെങ്കിൽ ഒരു 3 ദിവസം എനിക്ക് നിങ്ങളുടെ വീടിന്റെ ഒരു ഭാഗത്ത് താമസിക്കാൻ സൗകര്യം ചെയ്തു തരാവോ? ആ പെണ്ണ് പറഞ്ഞ, എന്താ, നിങ്ങളോട് താമസിച്ചോ. ശരിക്കും എന്തിനായിരുന്നു? അവൾ എന്താണ് കർമ്മം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനാണ്. അവൾക്ക് ഇത്ര വലിയ സ്ഥാനം കിട്ടണമെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ ഒരു അമല് ചെയ്യണ്ടാവുമല്ലോ. അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് മൂപ്പരിക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ 3 രാത്രി അവിടെ താമസിച്ചു. എന്താ കണ്ടത്? മൂപ്പര് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ ഇവള് കിടന്നുറങ്ങാൻ. നേരം വിളിച്ചപ്പോ മൂപ്പര് നോമ്പ് പിടിക്കാണ്, ഇവള് നല്ല ഫുഡ് അടിക്കാണ്. പിന്നെയോ വർത്താനം പറയുന്നുണ്ട്. അതായത് ബനു ഇസ്രായേലികളില് ഈ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രമല്ല, സംസാരിക്കാതിരിക്കുന്ന മൗനവ്രതമൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇരിക്കട്ടെ, അവളാണെങ്കിൽ നല്ലോണം വർത്താനവും പറയുന്നുണ്ട്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ മൂപ്പരാണെങ്കിൽ രാത്രി മുഴുവൻ നിസ്കാരമാണ്, പകല് നോമ്പ് പിടിച്ചാണ്. 3 ദിവസം കഴിഞ്ഞപ്പോ ചോദിച്ചു, അല്ല മോളെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അമാലക്കി അമലുൻ ഗൈറു മാ റഅയ്തു. ഞാൻ കാണാത്ത വല്ല അമലും രഹസ്യമായിട്ട് നീ ചെയ്യണുണ്ടോ? ഏയ്, എനിക്ക് അങ്ങനത്തെ ഒരു അമലും ഇല്ല. നീ എന്നോട് നുണ പറയരുത്. അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കൂലല്ലോ. എന്തോ ഒരു സംഗതി നിന്റെ ലൈഫിലുണ്ട്, നീ രഹസ്യമാക്കി വെച്ചത്. എന്നോടത് പറഞ്ഞു തീരുന്നു. അപ്പൊ ആ സഹോദരി പറയുന്നുണ്ട്, വലിയ കർമ്മമൊന്നുമില്ല, ഒരു ചെറിയ സംഗതി ഉണ്ട്. അതെന്താന്ന് വെച്ചാല്, എന്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി തന്നാല് ഞാൻ അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ ഇഷ്ടപ്പെടൂല. എങ്ങനെ? എന്റെ റബ്ബ് എന്നെ ഒരു കുഴിയിൽ ചാടിച്ചാല് ആ കുഴിയിൽ നിന്ന് കയറാൻ ഞാൻ ഇഷ്ടപ്പെടൂല. കാരണം എന്താ? എന്റെ റബ്ബിന്റെ ഇഷ്ടം ഞാൻ കുഴി കിടക്കാനാണെങ്കിൽ ആ കുഴിയിൽ കിടക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പറയണില്ല. എന്റെ റബ്ബിന്റെ ഇഷ്ടം ഞാൻ എവിടെ കിടക്കാനാണ്? അങ്ങനെയാണെങ്കിൽ എനിക്ക് എവിടെ കിടക്കാനാണ് ഇഷ്ടം? കുഴി കിടക്കാനാണ്. എന്റെ ശരീരത്തിൽ രോഗം വന്നാല് ആ രോഗം മാറ്റണേന്ന് പോലും ഞാൻ ദുആ ചെയ്യൂല. കാരണം എന്താ? എന്റെ പടച്ചോന്റെ ഇഷ്ടം എന്താ? എന്റെ ശരീരത്തിൽ രോഗം വരാനാണ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചില ആരിഫ്യങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ശരീരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ടേ രോഗം മാറാൻ ദുആ ചെയ്യുള്ളൂ. കാരണം എന്താ? ഒരു വീട്ടിലേക്ക് അതിഥി വന്നാൽ അതിഥിയായിരിക്കുന്നത് എത്ര ദിവസാ? 3 ദിവസമാണ് അതിഥി. അതിഥി എന്നുള്ള ആ ഒരു പരിഗണന എത്ര ദിവസമാണ്? 3 ദിവസമാണ്. അതുകൊണ്ട് അള്ളാന്റെ അതിഥിയല്ലേ, അവിടെ നിൽക്കട്ടെ. 3-ാം ദിവസം കഴിഞ്ഞിട്ടാണ് പടച്ചോനെ രോഗം കൊണ്ട് പ്രയാസം ഉണ്ടോന്ന് മാറ്റിത്തരുമെന്ന് ചോദിക്കണത്. എന്നാൽ തീരെ അത് രോഗം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ദുആ പോലും ചെയ്യാത്ത സിദ്ദീഖീങ്ങളുടെ ടോപ്പ് ലെവലുണ്ട് അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗിയാണ്. അപ്പൊ ഡോക്ടറെ കാണാൻ പോകുന്നില്ല. ആ ഡോക്ടർ ഇപ്പൊ തന്നെ വരും. ആരായിരുന്നു അത്? മരണായിരുന്നു. അത് സിദ്ദീഖീങ്ങളുടെ ടോപ്പ് ലെവൽ. നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട. എന്നാൽ ഈ സംഗതി പഠിച്ചു വെച്ചിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. രോഗം വന്നാൽ പോലും ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യില്ല. ആ രോഗം ഞാൻ ഇങ്ങനെ ആസ്വദിക്കും. ഞാനിങ്ങനെ ആടിനെ മേച്ചുകൊണ്ട് കിടക്കുമ്പോ ഭയങ്കര വെയിലാണ്, മരുഭൂമിയല്ലേ. തണല് കാണുമ്പോ ഞാൻ ആ തണലിലേക്ക് കയറൂല. കാരണം എന്താ? ഈ വെയിൽ എനിക്ക് ആര് തന്നതാ? നിങ്ങൾ പറയണില്ല, ആര് തന്നതാ? അതുകൊണ്ട് ആ വെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ കുറെ ഇൽമ നേടിയെന്ന് വിചാരിക്കണം. നമ്മളും
ആ ആട്ടിടയത്തിയെ കുറിച്ച് ചിന്തിച്ചു നോക്കിയ അവരുടെ ആ ഒരു ഈമാനും നമ്മുടെ ഈമാനും എവിടെയാ? ഹൗ ക്യാൻ വി ഈവൻ കമ്പയർ? നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു കമ്പാരിസൺ പോസിബിൾ ആണോ? അവരുടെ ഈമാനും നമ്മുടെ ഈമാനും. നമ്മളാണെങ്കിൽ എന്തെല്ലാം പരാതികളായിരിക്കും അല്ലേ? പരാതിയുടെ ഭാണ്ഡക്കെട്ടുകൾ പോലും നമ്മൾ തുറക്കും. എന്ന് തുടങ്ങിയതാ പടച്ചോനെ ഈ രോഗം? നീ ഇത് കാണുന്നില്ലേ പടച്ചോനെ? നീ എന്നെ അടങ്ങിയാറാക്കണം പടച്ചോനെ. തൃപ്തിപ്പെടാൻ പഠിക്കാത്ത മനസ്സ് മുഹിബിൻ്റെതല്ല. ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. അതായത് ചുരുക്കി പറഞ്ഞാൽ അള്ള വിധിച്ചതിൽ സന്തോഷം കണ്ടെത്തും. ആ ചെറിയ കാര്യം മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. അദ്ദേഹം ഉടനെ പറഞ്ഞു സുബ്ഹാനല്ലാഹ് ഫവളഅൽ ആബിദു യദഹു അലാ റഅസി. തലയുടെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ഇതാണ് മോളെ ചെറിയ കാര്യം? ഇത് ചെറിയ കാര്യമല്ല. വല്ലാഹി ഹാദിഹി ഹസ്ലത്തുൻ അദീമ. ഇത് വമ്പൻ കാര്യമാണ്. ഇതാണ് ഒരു മനുഷ്യന് പറ്റാത്തത്. എന്റെ റബ്ബ് എന്ത് തന്നാലും, നമ്മുടെ കുഞ്ഞു മരിച്ചാൽ, നമ്മുടെ ഭാര്യ മരിച്ചാൽ, മാതാപിതാക്കൾ മരിച്ചാൽ, നമ്മൾ രോഗിയായാൽ, ഇതൊക്കെ ആര് തരുന്നതാണ്? നമ്മൾ കരഞ്ഞതുകൊണ്ട്, ബഹളമുണ്ടാക്കിയത് കൊണ്ട് അവരെണീറ്റ് വരുമോ? അപ്പൊ ബുദ്ധിയുള്ള വിശ്വാസി എങ്ങനെ അതിനെ മാനേജ് ചെയ്യാ? തൃപ്തിപ്പെടുക. ബുദ്ധിയില്ലാത്തവൻ ബഹളം ഉണ്ടാക്കും, ഒച്ചപ്പാടുണ്ടാക്കും, അവൻ തോറ്റു. അവന് ടെൻഷൻ അല്ലേ? എല്ലായിടത്തും ടെൻഷൻ. എന്നാ ബുദ്ധിയുള്ളവൻ അതിലെന്ന് തൃപ്തിപ്പെട്ടു നോക്കട്ടെ, അവനാണ് ഏറ്റവും വലിയ സന്തോഷവാനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. പടച്ചോൻ കണക്കാക്കിയത് ഏതായാലും നടക്കൂലേ? നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കിയത് കൊണ്ട് നടക്കാണ്ടിരിക്കോ? ഇല്ല. അപ്പൊ ബുദ്ധിയുള്ളവൻ അതിനെ തൃപ്തിപ്പെടുന്നതാണ്. ജഅഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാൻ കേട്ടിട്ടുണ്ടോ? റാബിഅത്തുൽ അദവിയ, അതായത് സ്ത്രീകളിൽ ഒരുപാട് ഔലിയാക്കളുണ്ട്. നബിമാരാരെങ്കിലും സ്ത്രീകളിലുണ്ടോ? ചില വ്യാജന്മാർ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മറിയം ബീവി നബി എന്നൊക്കെ അറിയുന്നു. മഅദല്ലാഹ്. നബിമാരെല്ലാം പുരുഷന്മാരായിരുന്നു. പക്ഷെ ഔലിയാക്കളിൽ ഒരുപാട് പേര് സ്ത്രീകളുണ്ട്. അതിൽപ്പെട്ട വലിയ മഹദിയാണ് സയ്യിദത്തുന റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. റാബിയ ബീവിയോട് സുലൈമാൻ, ജഅഫർ ബിൻ സുലൈമാൻ റഹിമഹുല്ലാ ചോദിക്കുന്നുണ്ട്, മത്താ യകൂനുൽ അബ്ദു റാളിയൻ ലില്ലാഹി തആല. എപ്പോഴാണ് ഒരു അടിമ പടച്ചോനിൽ തൃപ്തിയുള്ള മനുഷ്യനായി മാറുക? അങ്ങനെ എപ്പോഴാണ് ഒരു അടിമ തൃപ്തിയുള്ള, പടച്ചോന്റെ തൃപ്തിയുള്ള അടിമയായിട്ട് മാറുന്നത്? ഇദാ കാന മസ്റൂറൻ ബിമുസീബതി മിസ്ല സുറൂരിഹി ബിന്നിഅമ. ഉത്തരം രസാണ്. നിനക്ക് പടച്ചോൻ ഒരു അനുഗ്രഹം തരുമ്പോ സന്തോഷം തോന്നൂലേ? അതുപോലെ തന്നെ മുസീബത്ത് വരുമ്പോഴും സന്തോഷം തോന്നിയാൽ അവനാണ് തൃപ്തിയുള്ള അടിമ. നല്ല കച്ചവടം ഇങ്ങനെ നടക്കുക, 2-3 ദിവസം നല്ല കച്ചവടം, നല്ല ലാഭം, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. 4-ാമത്തെ ദിവസം ലാഭം പോയിട്ട് മുതല് പോലും കിട്ടിയില്ല, നഷ്ടം. അപ്പോഴും ചിരിച്ചുകൊണ്ട് എന്ത് പറയണം? ഇവനാണ് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട അടിമ എന്ന് സയ്യിദത്തുനാ റാബിഅത്തുൽ അദവിയ. ഇതെന്റെ റബ്ബ് തന്നതാണ്. എന്റെ റബ്ബ് വിജയം മാത്രം തരുന്നവനല്ല, തോൽവി തരുന്നവനും എന്റെ റബ്ബാണ്. ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തൂലേ, ഫുൾ A+ തരുന്നതും ആരാണ്? ഫുൾ A+ തരാത്തവനും ആരാണ്? ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമുണ്ടോ? പഠിക്കണ്ടേ നമ്മള്? അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ സാമ്പത്തിക നേട്ടമുണ്ടാകുമ്പോഴും അൽഹംദുലില്ലാഹ്, സാമ്പത്തികം കുറയുമ്പോഴും, ആരോഗ്യമുള്ളപ്പോഴും, രോഗം വരുമ്പോഴും, അപ്പോഴാണ് അവൻ അള്ളാനെ തൃപ്തിപ്പെട്ട അടിമയാവുക. നമുക്ക് എല്ലാ കാര്യത്തിലും ടെൻഷനല്ലേ? ടെൻഷൻ ഇല്ലാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? ഇന്നല്ലാഹ ജഅല റൗഹ വൽ ഫറഹ് ഫിർറിദാ വൽ യഖീൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഒരാൾക്ക് അല്ലാഹു സന്തോഷം കൊടുക്കുന്നത് 2 കാര്യങ്ങളിലാ. ഒന്ന് ഉറച്ച ഈമാനിലും പടച്ചോന്റെ പൊരുത്തത്തിലുമാണ്. പടച്ചോൻ കൊടുക്കുന്നതിൽ പൊരുത്തപ്പെടുന്ന മനസ്സുണ്ടോ, അവൻ എന്തുണ്ട്? സന്തോഷമുണ്ട്. ഇനി അള്ള കൊടുക്കുന്നതിൽ സന്തോഷിക്കാത്തവനാണെങ്കിൽ അവന് സമാധാനമില്ല, അവന് ടെൻഷനാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് വീടില്ലാത്ത, വാടകയ്ക്ക് കിടക്കാൻ എത്ര കൊല്ലായി ഞാൻ വാടകയ്ക്ക് കിടക്കുന്നു. മോനെ, നിനക്കിപ്പോ വാടക വീട് വേണമെന്ന് തീരുമാനിച്ചത് ആരാണ്? നീ കരഞ്ഞോണ്ട് കാര്യമുണ്ടോ? നിനക്കിപ്പോ മക്കളെ തരണ്ടെന്ന് തീരുമാനിച്ചത് ആരാണ്? നീ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമുണ്ടോ? അതൊന്ന് തൃപ്തിപ്പെട്ട് നോക്ക്.
അതൊന്ന് തൃപ്തിപ്പെട്ടു നോക്ക്. നിന്നെക്കാൾ സന്തോഷമുള്ളൊരു മനുഷ്യൻ വേറെ ഉണ്ടാവോ? ഞാൻ എൻ്റെ പെങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തു ഒരു 10 കൊല്ലം മുമ്പ്. കാരണം എൻ്റെ പെങ്ങള് ഉമ്മയോട് അത്ര അറ്റാച്ച്മെന്റ് ഉള്ള ആളായിരുന്നു. ഉമ്മയുടെ കുട്ടിയായിരുന്നു. ഞങ്ങളൊരു സിയാറത്ത് യാത്ര പോകുന്നതിനിടയിൽ ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഒരു ലോറി വന്നങ്ങ് ഇടിച്ചു. 3 ആളുകൾ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. എൻ്റെ ഉമ്മ, ഉമ്മയുടെ 2 സഹോദരങ്ങൾ. എനിക്ക് ഏറ്റവും പേടി പെങ്ങളുടെ വിഷയത്തിലായിരുന്നു. ഇവൾക്ക് വല്ല മൈൻഡ് ഔട്ടായി പോകുമോ, പ്രശ്നങ്ങളാവോ, ഞാൻ ഈ സംഗതി കുറച്ച് ക്ലാസ് കൊടുക്കേണ്ടി വന്നു, അങ്ങനെയൊന്നും ആയിരുന്നില്ല അവള്. ഈ സംഗതിയൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അൽഹംദുലില്ലാ, എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ, ഞാനതിൽ സന്തോഷവതിയാണെന്നാണ്. ഇന്നും അങ്ങനെ തന്നെ. ആ സംഗതി കൽബിലുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കുവോ? നിങ്ങൾ പറയും, ടെൻഷൻ അടിക്കുവോ? എനിക്കെൻ്റെ റബ്ബ് എന്ത് തന്നാലും എനിക്ക് പൊരുത്താണ്. എനിക്ക് ഗുണമല്ലാത്തത് അവൻ തരില്ല, ഗുണമല്ലാത്തത് തരൂല. പിന്നെ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അല്ലാഹു പറയാണ്, ഈ ലോകത്തൊന്നും നടക്കുന്നില്ല, ഈ ലോകത്തൊരു കുഴപ്പമുണ്ടാവണില്ല, ഒരു സുനാമിയിൽ, ഒരു വെള്ളപ്പൊക്കയിൽ ഒന്നുമില്ല, നിന്റെ ശരീരത്തിൽ നടക്കണില്ല. ആര് രേഖപ്പെടുത്തിയിട്ടല്ലാതെ? ഇപ്പൊ വേണ്ട, ജപ്പാനില് സുനാമി ഉണ്ട്. എത്ര പേര് മരിച്ചു എന്ന് റിപ്പോർട്ട് ഇത്രയും നാൾ കിട്ടിയിട്ട് കറക്റ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഈ വയനാട് ദുരന്തം ഉണ്ടായി, കറക്റ്റ് റിപ്പോർട്ടാണോ ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് എത്ര പേര് മരിച്ചു എന്നുള്ളത്? പക്ഷെ ആർക്കറിയാം ഇതൊക്കെ ആര് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇതെല്ലാം അള്ളാഹുവിന് വളരെ വളരെ എളുപ്പമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതെന്തിനാ പടച്ചോ നമുക്ക് പറഞ്ഞു തരുന്നത്? ഇങ്ങനൊരു സംഗതി എന്തിനാ പറഞ്ഞു തരുന്നത്? സൂറത്തുൽ ഹദീദിന്റെ 22-23 ആയത്ത് നോക്ക്. ലികൈലാ തഅസൗ അലാ മാ ഫാതകും. മക്കളെ, കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചോൻ ഇത് പറയണത്. നിങ്ങൾക്കൊരു സംഗതി കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് വണ്ടിയില്ല, കുറെ നാളായി വണ്ടിയുടെ പുറകെ നിങ്ങൾ നടക്കണു, വണ്ടി കിട്ടിയില്ല. അല്ലെങ്കിൽ കുറെ നാളായി സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണു, വീട് കിട്ടിയിട്ടില്ല. കുറെ നാളായി മക്കളില്ല എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ വിലപിക്കുന്നു, കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. പടച്ചോന്റെ കിതാബിൽ അള്ളാഹ് രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു സമയമാകുമ്പോൾ അള്ളാഹ് അങ്ങ് തരും, ചിലപ്പോൾ അതിന്റെ കാരണങ്ങളെ ബന്ധിപ്പിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവൂല. നിങ്ങൾ കരയണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അള്ളാന്റെ വിധിയിലൊന്ന് പൊരുത്തപ്പെട്ടു നോക്ക്, ആ ജീവിതത്തിൽ എന്ത് സന്തോഷമായിരിക്കും. പിന്നെ ഇത് പറഞ്ഞ എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് പടച്ചോൻ ഒരു സംഗതി തരുമ്പോ അമിതമായി സന്തോഷിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. ഒരു സംഗതി കിട്ടുമ്പോൾ അമിതമായി സന്തോഷിക്കണോ? തന്ന റബ്ബിന് എടുക്കാൻ എത്ര നേരം വേണം? അമിതമായ സന്തോഷം വേണോ? എപ്പോഴും നമ്മൾ ഈ നോമ്പൊക്കെ തുറക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണ്ട ഈ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെയൊക്കെ കഥ നമ്മൾ പറയാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ കൽബിലേക്ക് ഇങ്ങനെ ആ കുഞ്ഞു മക്കളുടെ മുഖമൊക്കെ ഓർമ്മ വരാറുണ്ടോ? ഉണ്ടോ? നമ്മുടെ കുഞ്ഞിന് മഞ്ഞപ്പ് കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമാണ് ചെറുപ്പത്തിലല്ലേ. കുഞ്ഞ് ജനിച്ചു, മഞ്ഞപ്പാണ്, NIC കയറ്റണം, പ്രയാസമാണ് നമുക്ക്. ആ കുഞ്ഞിന് ഒരു നുള്ളു പാല് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഉമ്മാടെ. എന്നാൽ നമ്മൾ ഫലസ്തീനിലെ കാണുന്ന കുഞ്ഞുങ്ങൾ മഞ്ഞപ്പല്ല, ചുവപ്പാണ്, ചോരയുടെ ചുവപ്പേ, ചോരയിൽ കുളിച്ചിട്ട് കിടക്കുക. അത് നമ്മുടെ കുഞ്ഞുങ്ങളാ, നമ്മുടെ ബാപ്പയാ, നമ്മുടെ ഉമ്മയാ. നമുക്ക് പടച്ചോൻ ഒരുപാട് സംഗതികളൊക്കെ ഇങ്ങനെ തരുമ്പോ അമിതമായി സന്തോഷിക്കല്ല. അൽഹംദുലില്ലാ, നീ എനിക്ക് തന്നല്ലോ റബ്ബേ, അൽഹംദുലില്ലാ. എല്ലാം പടച്ചോനിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തു നോക്കിയേ. ടെൻഷനില്ല, ഡിപ്രഷനില്ല, ഒന്നുമില്ല, ഹാപ്പിനെസ് മാത്രം, സന്തോഷം മാത്രം. അവനേക്കാൾ ഉന്നതനാരാ? അപ്പൊ അള്ളാന്റെ മുഹിബ്ബീങ്ങൾക്ക് ആ സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. എല്ലാ കാര്യങ്ങളും ആരുടെ കയ്യിലാണ്? അള്ളാന്റെ കയ്യിലാണ്. വഇൻ മിൻ ശൈഇൻ ഇൻദനാ ഖസായിൻ. എല്ലാത്തിന്റെയും ഖജനാവാരുടെയിലാണ്? സമ്പത്തിന്റെ, സന്തോഷത്തിന്റെ, അധികാരത്തിന്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ ഈ ഇലക്ഷൻ ആകാറാകുമ്പോഴത്തേക്ക് പിന്നെ ഓട്ടാണ് എല്ലാവരും. ഓട്ടം ഓട്ടം ഓട്ടം. ജയിപ്പിക്കുന്നതും തോപ്പിക്കുന്നതും ഒക്കെ ആരാണ്?
നമ്മളെ ഇന്നാലിന്ന ആളുകൾ ഭരിക്കണം എന്ന് ആരുടെ തീരുമാനത്തിലുണ്ട്? ഭരിച്ചേ തീരും. നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? നമ്മുടെ കയ്യിലിരിപ്പ് ഇങ്ങനെയായാൽ ഇന്നാലിന്ന ആളുകൾ നിങ്ങളെ ഭരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ഒരു ചോദ്യം, ഉസ്താദേ, അങ്ങനെയാണെങ്കിൽ മനുഷ്യനൊരു കഴിവുമില്ല, ചെയ്യുന്നത് മുഴുവൻ ആരാണ്? അല്ലാഹു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാരൊന്നും ചെയ്യണ്ടേ? പരീക്ഷയിൽ ജയിപ്പിക്കുന്നതും തോപ്പിക്കുന്നതും ആരാണ്? അപ്പൊ പഠിക്കണ്ടേ? സമ്പത്ത് തരുന്നതും സമ്പത്ത് തിരിച്ചെടുക്കുന്നതും ആരാണ്? അപ്പൊ ജോലി ചെയ്യണ്ടേ? അങ്ങനെ കുറച്ച് വിശ്വാസക്കാർ മുമ്പുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ ബിദ്അത്തുകാരെ പോലെയല്ല, കുറച്ചുകൂടെ തീവ്ര ബിദ്അത്തുകാർ. ഖദരിയാക്കൾ, ജബരിയാക്കൾ, മുഅ്തസിലാക്കൾ എന്നുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു വിഭാഗത്തിന്റെ വിശ്വാസം അള്ളാഹ്ക്ക് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു റോളുമില്ല, മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനാണ്. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗമുണ്ട്. മറ്റൊരു വിഭാഗമുണ്ട്, മനുഷ്യന്മാർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? അല്ലാഹുവാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം ഇതിന്റെ മധ്യയാണ്, ഇസ്ലാമിന്റെ വിശ്വാസം. അതെങ്ങനെയാണ് അള്ളാഹിന്റെ ഖളാ ഖദറുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുക? ഒരു മുഹിബ്ബത്ത് എങ്ങനെ തിരിച്ചറിയണം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്നെ ഇടങ്ങേറാക്കല്ല, എന്റെ സ്ഥാനം ഉയരാൻ. എന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവനിലേക്ക് ഞാൻ അടുക്കാൻ മാത്രമുള്ള കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അവൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ എന്നെ അടുപ്പിക്കണം. അതിന് പടച്ചോൻ എനിക്ക് രോഗം തന്നു, എനിക്ക് കച്ചവടത്തിൽ നഷ്ടം തന്നു, എനിക്ക് ദാരിദ്ര്യം തന്നു, എനിക്കൊരുപാട് പ്രയാസങ്ങൾ തന്നു. ഞാൻ ഇതിലൊക്കെ ക്ഷമിച്ചപ്പോ ഞാൻ എൻ്റെ റബ്ബിലേക്ക് അടുത്തടുത്ത് പോയി, ഞാൻ മുഖറബായി മാറി. അവൻ എന്നെ ചേർത്ത് പിടിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ തരണത്. പടച്ചോന്റെ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന വ്യത്യസ്ത രൂപങ്ങളാണിത്, ഇല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, ഒരു മുസ്ലിമിന്റെ വിശ്വാസപ്രകാരം അവന്റെ ജീവിതം എവിടെ കൊണ്ട് തീരുന്നുണ്ടോ? ഉണ്ടോ? അവന്റെ ഏറ്റവും വലിയ ജീവിതം എവിടെയാ? അതുകൊണ്ട് ഇവിടെ എന്ത് അനുഭവിക്കുന്നു എന്നുള്ളത് ഡസന്റ് മാറ്റർ. നമ്മൾക്കൊരു വിഷയമാണോ അത്? അതുകൊണ്ട് തന്നെ ഫലസ്തീനികളാകട്ടെ, ഇറാനികളാകട്ടെ, മുസ്ലിം ലോകം തോക്കുവോ? തോക്കൂല. അവരെ കൊല്ലാം, നശിപ്പിക്കാം. തോറ്റു എന്ന് പറയാൻ പറ്റുമോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജയിച്ചു. കാരണം എന്താ? അവര് ജീവിതം വെടിഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വെടിഞ്ഞ ജീവിതത്തിന്റെ എത്രമേൽ വലിയ മനോഹരമായ സ്വർഗീയ അനുഭൂതി എവിടെയുണ്ട്? ആഖിറത്തിലുണ്ട്. അവര് തോക്കൂല, അവര് തോൽപ്പിക്കാൻ പറ്റൂല. അള്ളാഹു ഉമ്മത്തിന് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ സംഗതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വേണോ? നിങ്ങൾക്ക് മരിക്കുന്നത് വരെ കരയാതിരിക്കാൻ കഴിയണോ? ഒറ്റ വഴിയുള്ളൂ, പടച്ചോൻ തരുന്നതിലൊക്കെ തൃപ്തിപ്പെട്ടു കൊടുക്കുക. നമ്മുടെ ഭാര്യ-ഭർത്തൃ ജീവിതം മനോഹരാക്കാൻ ഈ സംഗതിയല്ലേ വേണ്ടത്, അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടാൽ മതി, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നതുപോലെ അള്ളാഹുവിനെ അങ്ങ് തൃപ്തിപ്പെടുക. ആ തൃപ്തി എവിടെയുണ്ടോ ലൈഫ് അടിപൊളിയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി വിശദീകരണങ്ങളൊക്കെ മറ്റൊരു ദിവസത്തിൽ നമുക്ക് നൽകാം. അള്ളാഹു അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ, അവൻ്റെ പ്രണയം തിരിച്ചറിയുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വഭാവുൽ ഖൈർ കാണുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഒരൊറ്റ ദിവസം പോലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതിരിക്കരുത് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നല്ല യാത്രയിലാണ്, ഓരോരോ പരിപാടിയിൽ, അതിൻ്റെ ഇടയിൽ 1-2 സന്ദർശനം എല്ലാം കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കോഴിക്കോട്, വയനാട്, അതുപോലെ തന്നെ തമിഴ്നാട്, പലയിടങ്ങളിലും നമ്മുടെ സ്വഭാവുൽ ഖൈർ കാണുന്ന ആളുകളെയൊക്കെ കണ്ടു. അൽഹംദുലില്ലാ, വല്ലാത്തൊരു സന്തോഷമാണ് എല്ലാ ആളുകളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാൻ കഴിയാന്ന് പറയുന്നത്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു ആത്മബന്ധം നാളെ മഹ്ശറിലെത്താൻ, അവിടെ ഒരുമിക്കാൻ, കുടുംബസമേതം ഒരുമിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നിമിത്തം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ 30,000 രൂപ ഈ ആഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ വിജയം നമുക്ക് പ്രഖ്യാപിക്കണം കേട്ടോ. അപ്പോൾ 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം എന്താണ്? അള്ളാഹിൻ്റെ ഔലിയാക്കരുടെ പിന്നാലെ നടന്നാൽ നമുക്ക് അള്ളാഹിനെ കിട്ടുമെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ ഔലിയാക്കരുടെ പിന്നാലെ നടന്ന ഒരു നായയുണ്ട്, അല്ലേ? അസ്ഹാബുൽ കഹഫിൻ്റെ പിന്നാലെ നടന്ന നായ, ആ നായയുടെ പേരെന്താണ്? സ്വർഗത്തിലേക്ക് പോകുന്നൊരു നായയാണത്, അല്ലേ? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته.
അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പാവപ്പെട്ട മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടി ഹദിയ ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ. ഞങ്ങളുടെ മനസ്സിലെ മുറാദുകളെല്ലാം ഹാസിലാക്കണേ അല്ലാ. ഒരുപാട് സങ്കടങ്ങളുണ്ട്, നീ അകറ്റണേ അല്ലാ. മനോവേദനകൾ നീക്കണേ അല്ലാ. മനപ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. കുടുംബത്തെ നന്നാക്കണേ അല്ലാ. ഇണകളെയും സന്താനങ്ങളെയും ഒക്കെ നേർവഴിയിലാക്കണേ അല്ലാ. തൃപ്തിപ്പെടുന്ന രീതിയിൽ മനോഹരമായി ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രവാസ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നീ മോചനം നൽകണേ അല്ലാ. യുദ്ധ സാഹചര്യങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, നിന്റെ തൃപ്തി ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചവന് ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈ മനസ്സലാമത്താക്കണേ അല്ലാ. നിന്റെ തൃപ്തി ലഭിക്കുന്ന നിന്റെ ഔലിയാഇന്റെ പിന്നാലെ നടക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്, നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകളെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.